എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഔഷധക്കഞ്ഞിയാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചുണ്ടാക്കിയ ഔഷധക്കഞ്ഞിയാണ് ഇത്. കർക്കിടക മാസത്തിൽ ഈ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, നമ്മളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നു. അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ആദ്യം നമുക്ക് 1/4 കപ്പ് ഉണക്കലരി എടുക്കാം. അത് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലെടുത്തു. ഇനി വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. 1/2 കപ്പ് നുറുക്ക് ഗോതമ്പും 1/4 കപ്പ് ഉലുവയും കുതിർത്തതാണിത്. ഗോതമ്പിൻ്റെ ഗുണം അത് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് നല്ലതാണ്. ഉലുവയാണെങ്കിൽ നമ്മുടെ ശരീരപുഷ്ടിക്ക് നല്ലതുമാണ്. ഇനി ആവശ്യം നമുക്ക് ചെറുപയറാണ്. ചെറുപയർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റുമാണ്, ദഹനത്തിന് നല്ലതാണ്. അതും കുതിർത്ത് വെച്ചതാണിത്. ഇതിനി നമ്മൾ അരിയിട്ട അതേ മൺചട്ടിയിലേക്ക് ഇടാം. കുതിർത്ത് വെച്ചതെല്ലാം കൂടെ ഇടാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്. ജീരകം നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നു. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അയമോദകം. അയമോദകം നമ്മുടെ മുടിക്ക് നല്ലതാണ്, നമ്മുടെ ഡൈജഷനും നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുമാണ്. ചെറിയ ഉള്ളി നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്. വെളുത്തുള്ളി പനി, ജലദോഷം ഇതൊക്കെ മാറാനും നല്ലതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഔഷധക്കഞ്ഞി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഔഷധക്കഞ്ഞി ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി വേണ്ടത് നാളികേരമാണ്. നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 1/2 മുറി നാളികേരം പാലെടുത്തു. ഇനി ഇത് നമുക്ക് ഒഴിക്കാം. നാളികേരം ഉള്ളത് കൊണ്ട് അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഹൃദയത്തിനും വളരെ നല്ലതാണ് നാളികേരം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നാളികേരം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മത്സ്യ മാംസാദികൾ ഈ സമയത്ത് കഴിക്കരുത്. പിന്നെ ഹാർഡ് വർക്കും ചെയ്യരുത്. അപ്പോൾ ഇതൊരു 7 ദിവസമോ 14 ദിവസമോ അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.